ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് മനസ്സിലാക്കിയേ. ഡയറക്റ്റ് മെത്തേഡിൽ വാട്ട് വി ഡു ഈസ് ലൈക്ക് വി സ്ട്രേറ്റ് അവേ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അതിൽ നിന്ന് ഈ എക്സ്പെൻസുകൾ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എടുക്കുന്നു, ഏതൊക്കെ ട്രാൻസാക്ഷനിലാണോ ക്യാഷ് ഉള്ളത് നോക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 തരംതിരിക്കുന്നു, അതിനെ കൂട്ടുന്നു, അത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യുക, വി വിൽ സ്റ്റാർട്ട് ഫ്രം വെർ ഇൻഡയറക്റ്റ് മെത്തേഡ് വിൽ സ്റ്റാർട്ട് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അക്രൂവൽ ബേസിസിൽ നമുക്ക് കിട്ടിയ ഇൻകം ആണ്. അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നോൺ ക്യാഷ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്നു, നോൺ ക്യാഷ് ആയിട്ടുള്ള എല്ലാ ഇൻകവും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കുറയ്ക്കുന്നു. അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റിയൽ ക്യാഷ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും, ക്യാഷ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പം പിന്നെ അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും ഫിനാൻസ് ആക്ടിവിറ്റിയും ബൈഫർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എടുക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോൺ ക്യാഷ് ആയിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. എന്താ നോൺ ഓപ്പറേറ്റിംഗ് വരാൻ കാരണം, നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ട് നമ്മൾ വേറെ 2 ഹെഡിലേക്ക് മാറ്റാനുള്ളതല്ലേ, ഫിനാൻസിങ് ഇൻവെസ്റ്റ്മെന്റും. അപ്പം നോൺ ക്യാഷ് ആയിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് ഇത് മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു നോൺ ഫിനാൻഷ്യൽ കമ്പനിയാണ്, അവിടെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാകാം. ആ ഇൻട്രസ്റ്റ് നമ്മൾ എവിടേക്ക് മാറ്റണം, നോൺ ഓപ്പറേറ്റിംഗ്, അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി മാറ്റണ്ടേ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ അങ്ങനത്തെ ഹെഡുകൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കാം, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ചില ചെലവുകൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് കാണിക്കണം. സോ ആഡ് എമൗണ്ട് റിട്ടേൺ ഓഫ് എന്തൊക്കെയാണ് നോൺ ക്യാഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. ഒന്ന് നോൺ ക്യാഷ് ആണ് ഡിപ്രീസിയേഷൻ, അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എടുക്കണം, ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കോ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇൻഡയറക്റ്റ് സിസ്റ്റത്തിൽ ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുന്നു, പ്രോഫിറ്റ് ബാലൻസ് എടുക്കുന്നു. പ്രോഫിറ്റ് ബാലൻസിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നോൺ ക്യാഷ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നു. എന്താ ആഡ് ബാക്ക് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ അടുത്ത എന്താണ്, ഗുഡ്വില് ആഡ് ബാക്ക് ചെയ്യുന്നു. ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എക്സ്പെൻസ് അമോർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുന്നു. ഇനി ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ഗുഡ്വിൽ മാത്രമേ ഉള്ളൂ ഒന്നും വിചാരിക്കണ്ട. ഗുഡ്വിൽ ആവട്ടെ, ട്രേഡ് മാർക്ക് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ, എനി ഇൻടാഞ്ചിബിൾ അസറ്റ്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്താ ചെയ്യുക, പ്രിലിമിനറി എക്സ്പെൻസസ് അമോർട്ടൈസേഷൻ ആണ്. എന്താണത്, ചെലവായ പൈസ നമ്മൾ അപ്ലൈ കൊടുത്തു, പക്ഷെ അത് ഒരു കൊല്ലം അക്കൗണ്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യമായിട്ട് അക്കൗണ്ട് ചെയ്യണം. അപ്പൊ ആ വർഷം എന്തുണ്ടാവില്ല, ക്യാഷ് റിലവൻസി ഉണ്ടാവില്ല, അത് ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. എന്താ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ കമ്മീഷൻ കൊടുക്കുക. ക്യാപിറ്റൽ എന്താ സംഭവം, അണ്ടർറൈറ്റിംഗ് ഷെയർ, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പൊ ഈ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്താ, ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ ചെലവാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. ഇത്രയേ ഉള്ളൂ. ദെൻ ആഡ് ഓർ ലെസ് അതർ നോൺ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം നിങ്ങൾക്ക് കാണുക, നോൺ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഐറ്റം കാണുകയാണെങ്കിൽ അതിനെ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ലോജിക്ക്, ക്യാഷ് കൂടിയോ ക്യാഷ് കുറഞ്ഞോ ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഗെയിൻസ് ആൻഡ് ലോസസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെന്റോ നമ്മൾ വിറ്റിട്ടുണ്ട്, അതിൽ നിന്നും അത് ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്, ആണോ അല്ലേ. അതിന്റെ ലോസോ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിലേക്ക് വേണം. ഇവിടെ വരാൻ പാടുമോ, ഇല്ല, നമുക്കതിൽ വരാൻ പാടില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്, ആഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ലെസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഈ എന്താണ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ അതിനെ ആഡ് ബാക്ക് ചെയ്യുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓൺ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഇൻകം ആയിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ക്ലിയർ അല്ലേ. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് ആവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ, വേറെ ഏതെങ്കിലും അസറ്റ് ആകട്ടെ, വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കണം, നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടണം. എങ്ങനെ നഷ്ടം വന്നാൽ കൂട്ടുക പറയാം, നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടാകും, അപ്പൊ ആ പ്രോഫിറ്റ് തിരിച്ച് ആ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ കൂട്ടണം. ലാഭം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കണം. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ചേഞ്ചസ് ഇൻ കറന്റ് അസറ്റ്. ഇത് ഞാൻ ഈ പറയുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ പ്രോബ്ലം ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് വരുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ മറക്കരുത്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ചേഞ്ചസ് ഇൻ കറന്റ് അസറ്റ്. കറന്റ് അസറ്റിൽ എന്താണ് കറന്റ് അസറ്റ്, ഡെറ്റേഴ്സ് കൂടി. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ, ഡെറ്റേഴ്സ് കൂടി എന്ന് പറഞ്ഞാൽ ക്യാഷിന് എന്ത് ഇമ്പാക്ട് ഉണ്ടാവുക, പൈസ തരാനുള്ള ആൾക്കാർ കൂടിയാൽ ക്യാഷ് കുറയും, കൊടുക്കാനുള്ള ആൾക്കാർ കൂടിയാൽ ക്യാഷ് കൂടും. ഞാൻ 50,000 രൂപ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, ഇപ്പൊ 40,000 കൊടുക്കാനുള്ളൂ, ക്യാഷ് കുറഞ്ഞോ, 10,000 കാശ് കൊടുത്താലേ കുറയുള്ളൂ. അപ്പോൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സിനും ഇമ്പാക്ട് ഉണ്ട്. ഞാൻ ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ കറന്റ് അസറ്റ്, കറന്റ് ലയബിലിറ്റീസ്.
നോക്കാം. കറണ്ട് അസറ്റില് മാറ്റം. കറണ്ട് അസറ്റിൽ ഏത് എടുക്കാൻ പാടില്ല? ക്യാഷും ക്യാഷ് ഇക്വലൻസ് എടുക്കാൻ പാടില്ല. കാരണം അതാണല്ലോ നമ്മൾ എഴുതുന്നത്. അത് ഒഴിച്ചിട്ടുള്ള കറണ്ട് അസറ്റ് എടുക്കുക, കറണ്ട് ലയബിലിറ്റി എടുക്കുക. കറണ്ട് ലയബിലിറ്റിയിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണ്? ക്യാഷ് ഇക്വലന്റ് ആണ്. നമുക്ക് അപ്പം തന്നെ ക്യാഷ് എടുക്കാൻ പറ്റുന്നതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ക്യാഷ് ഇക്വലന്റ്. ലയബിലിറ്റിയിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും എന്ത് മാറ്റം ഉണ്ടായി നോക്കുക. നോക്കിക്കോട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാശ് കറണ്ട് അസറ്റ് കുറഞ്ഞ എന്താ അർത്ഥം? ഡെറ്റേഴ്സ് 50,000 ആണ്, ഇപ്പൊ 40,000. അതിന്റെ അർത്ഥം എന്താ? പൈസ വന്നു എന്നല്ലേ അർത്ഥം. കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കണം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം. അപ്പൊ ഏതെങ്കിലും കറണ്ട് അസറ്റ് ശരി, ഈ സീസോ പോളിസി പോരാ, ആലോചിച്ചോക്കെ. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആലോചിക്കേ, ലോജിക്കൽ ആലോചിക്കേ. കറണ്ട് അസറ്റ് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഡെറ്റേഴ്സ് എടുക്കേ. ഡെറ്റേഴ്സ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കടം തരാനുള്ള ആൾക്കാർ 50,000 ഉണ്ടായിരുന്നു. ഇപ്പൊ 40,000 ഉള്ളൂ. അപ്പൊ എന്താ ഉണ്ടായേ? കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഇൻഫ്ലോ, കറണ്ട് അസറ്റ് കൂടിയാൽ ഔട്ട്ഫ്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ഔട്ട്ഫ്ലോ. ഇനി ഇങ്ങനെയല്ല പഠിക്കണ്ടേ. പഠിക്കുമ്പോൾ ലോജിക്ക് പഠിക്കണം. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഹെഡ് എടുക്കുക കറണ്ട് ലയബിലിറ്റിയുടെ. ഏതാ? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ കുറഞ്ഞു. ബിൽസ് പേയബിൾ എന്താണ്? കൊടുക്കാനുള്ള പൈസ. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ കൊടുത്തു. കൂടി എന്ന് പറഞ്ഞാലോ? ഇൻഫ്ലോ ഔട്ട്ഫ്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നോക്കി, ഇത് പഠിക്കരുത്. കറണ്ട് അസറ്റ് കുറയ്ക്കുക, കൂടിയ കൂട്ടുക, കുറഞ്ഞ കൂട്ടുക, കൂടിയ കുറയ്ക്കുക. ഇതിങ്ങനെ പഠിച്ചു വെക്കരുത്. ഇങ്ങനെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഹെഡ് വെച്ച് റിലേറ്റ് ചെയ്യാം. കറണ്ട് അസറ്റ് കൂടിയാൽ എന്താ ചെയ്യേണ്ടത്? ഡെറ്റേഴ്സ് എടുക്കുക. എക്സാമ്പിൾ, ഡെറ്റേഴ്സ് കൂടിയാൽ എന്താ ഉണ്ടാവുക? ഡെറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? പണം തരാനുള്ളവരാണ്. അവർ കൂടിയ എന്താ ഉണ്ടാവുക? കാശ് വന്നു എന്നാണോ കൂടിയെന്നാണോ പോയെന്നാണോ? പോയി. അതിനുള്ള പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോയില്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ കമ്പനിയിലെ? ഡെറ്റേഴ്സ് കുറഞ്ഞാലോ? പൈസ കിട്ടി. ഇങ്ങനെ റിലേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ എല്ലാ കറണ്ട് അസറ്റുകൾക്കും ഒരൊറ്റ ട്രീറ്റ്മെന്റ് ആണ്. സംയുക്തക്ക് മനസ്സിലായോ? സംയുക്ത കറണ്ട് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. കാരണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സീസോ ലോജിക് ഉപയോഗിക്കരുത്. അത് തെറ്റും. കറണ്ട് അസറ്റ് കൂടിയാൽ കൂടും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കുറയും. ഇങ്ങനത്തെ അസറ്റ് എടുക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ തെറ്റിക്കും. നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ആദ്യം കറണ്ട് അസറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾക്കറിയുന്ന ഒരു കറണ്ട് അസറ്റുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്താ ഉണ്ടായെന്ന് നോക്കുക. അതിനെയാണ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആണ് ഓൺലി സൊല്യൂഷൻ. വേറെ ഒന്നുമില്ല ഇതിൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ തിയറി അല്ല, പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ് കുറയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലയബിലിറ്റി വല്ല കൊടുക്കാനുള്ള പൈസ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറയ്ക്കും. ദെൻ ആഡ് ചെയ്യും. എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ. സോ ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് ഓഫ് കറണ്ട് അസറ്റ് നമ്മൾ ആഡ് ചെയ്യും. ദെൻ ലെസ് ഇൻക്രീസ് ഇൻ അക്കൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്. അപ്പൊ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യും അല്ലെ? കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യും. കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കും. ഓപ്പോസിറ്റ് ആക്ഷൻ. കറണ്ട് ലയബിലിറ്റീസിൽ സ്ട്രേറ്റ് ആക്ഷൻ. എന്താ കറണ്ട് ലയബിലിറ്റീസിൽ? കറണ്ട് ലയബിലിറ്റി കൂടുകയാണെങ്കിൽ കൂട്ടും, കറണ്ട് ലയബിലിറ്റി കുറയുകയാണെങ്കിൽ കുറയ്ക്കും കേട്ടോ. ഇനി ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടി. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ക്യാഷ് കിട്ടി. ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്. അതിൽ നമ്മൾ ഇൻകം ടാക്സ് കാശായിട്ട് പോയില്ലേ? അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്. ഇനി അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ഏതെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. അത് സ്പെഷ്യൽ ആയിട്ട് എഴുതണം. ദെൻ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ വെറും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എന്താണ്? ബാക്കി ഫിനാൻസിംഗ് ഒക്കെ പിന്നെ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബാക്കി നമ്മൾ മുമ്പ് ചെയ്ത് തന്നെയാണ് പിന്നെ ഇൻഡയറക്ട് മെത്തേഡിൽ. ഇൻഡയറക്ട് മെത്തേഡിൽ ആകെ ഒരു വ്യത്യാസം ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കണ്ടെത്തൽ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അതിന് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയും ഫിനാൻസിംഗ് ആക്ടിവിറ്റിയും സെയിം ആണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. ഫിനാൻസിംഗ് ആക്ടിവിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയും കാണില്ല എന്നുള്ളതാണ് തരണേ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, അത് രണ്ടും ഒന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. എങ്ങനെ നമുക്ക് ഒന്നുകൂടി സംസാരിക്കാം. ഇൻഡയറക്റ്റ് മെത്തേഡിൽ തെറ്റാൻ പാടില്ല. ഇനി കണക്ക് വളരെ ഈസിയാണ്. ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് എടുക്കുക. വാട്ട് ഈസ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം.
പ്രോഫിറ്റ് എടുക്കുക. പ്രോഫിറ്റിൽ നിന്നും നമ്മൾ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസിനെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണ് ഈ റിപ്രീസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഗുഡ് വിൽ ആയിട്ടോ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ടോ അണ്ടർ റൈറ്റിംഗ് ആയിട്ടോ ഒക്കെ എന്തെങ്കിലും നമ്മൾ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ്, ഒന്നുകിൽ നോൺ ക്യാഷ് ആവണം അത് ഡിപ്രീസിയേഷൻ, നോൺ ഓപ്പറേറ്റിംഗ് ആയിരിക്കണം അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇങ്ങനത്തെ ഒക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. ദെൻ അതിനുശേഷം ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കിട്ടിയിട്ടുള്ള ലാഭം അല്ലെങ്കിൽ ലോസ് അതിനെന്ത് തിരിച്ച് ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതായത് ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ള ലോസ് ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, ആഡ് ബാക്ക് ചെയ്യുക. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അത് കുറയ്ക്കുക. ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ട് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും, അത് കുറയ്ക്കുക അല്ലെങ്കിൽ കുറച്ചതിനെ കൂട്ടുക. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇനി കറണ്ട് അസറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റിൽ ഏതുണ്ടാകാൻ പാടില്ല, ക്യാഷും ക്യാഷ് ഇക്വലന്റും ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് ലയബിലിറ്റീസിൽ എന്ത് വരാൻ പാടില്ല, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പാടില്ല, അത് ക്യാഷ് ഇക്വലൻസിലുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുക, കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, കൂടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുക. അത്രയേ ഉള്ളൂ. ഇനി ഇത് ശരിയാണോ ഇത് തെറ്റി തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് ആണോ കുറയ്ക്കുമ്പോൾ കുറയ്ക്കേണ്ടത് വന്നാൽ അപ്പം എന്താ ചെയ്യേണ്ടത്, ഉടനെ നിങ്ങളൊരു കറണ്ട് അസറ്റിനെ എടുക്കുക, അതിന്റെ ഇമ്പാക്ട് ചെക്ക് ചെയ്യണം. എന്നാൽ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എഴുതരുത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതും അഭിരാമി, അവിടെ പോയിട്ട് കറണ്ട് അസറ്റ് കൂടിയാൽ കൂട്ടണം, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കുറയ്ക്കണം, ഇങ്ങനെ വരും. കറണ്ട് അസറ്റ് കൂടിയാൽ കൂട്ടണം, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കുറയ്ക്കണം വരരുത്, അത് തെറ്റാണ്. കറണ്ട് ലയബിലിറ്റി ആണ് കൂടിയാൽ കൂട്ടേണ്ടതും കുറഞ്ഞാൽ കുറയ്ക്കേണ്ടതും. കറണ്ട് അസറ്റിന് ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം, കൂട്ടിയാൽ കുറയ്ക്കണം, അതാണ് ആക്ഷൻ. അപ്പോൾ ഇത് ശരിയാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഷുഡ് ഹാവ് ട്രയൽ എറർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഒരു ഡെറ്ററോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും, തെറ്റില്ല കേട്ടോ. ദെൻ അതിനുശേഷം ഓപ്പറേഷനിൽ കിട്ടിയ കാശ് കിട്ടി, അതിന് ഇൻകം ടാക്സ് കുറച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് കാശ് കിട്ടി, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്നുള്ള പൈസ കിട്ടും. ദ കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് ക്യാഷ് ഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ ദ ഇൻഡയറക്ട് മെത്തേഡ് ടേക്സ് പാർട്ട് ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം കമ്പ്യൂട്ടേഷൻ ഓഫ് ഡയറക്ട് മെത്തേഡ്. ഹവർ ദ ടു മെത്തേഡ്, രണ്ട് മെത്തേഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ ഉത്തരം തന്നെയാണ്. ഒരു ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈസിയസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്, ഇൻഡയറക്ട് മെത്തേഡ് ആണ്. വെറും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ മാത്രമേ ഓപ്പറേറ്റിംഗ് ഇൻകം കണ്ടുപിടിക്കാൻ മാത്രമേ ഇതുള്ളൂ. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഡിപ്രീസിയേഷൻ അതർ നോൺ ഓപ്പറേറ്റിംഗ് എന്താണ് ഐറ്റംസ്. ചില ലോജിക് ഞാൻ പറഞ്ഞ ലോജിക് തന്നെ വീണ്ടും ഇവർ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷനും നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആഡ് ബാക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അമോർട്ടൈസേഷൻ ഒക്കെ ആണെങ്കിൽ അത് ക്യാഷിനെ ഇമ്പാക്ട് ചെയ്യുന്നില്ല. ക്യാഷിനെ ഇമ്പാക്ട് ചെയ്യാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളതിൽ കാണാൻ സമ്മതിക്കത്തില്ല, അത് ആഡ് ബാക്ക് ചെയ്യുന്നു. ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഗെയിൻസ് ആൻഡ് ലോസസ് ഓൺ സെയിൽ ഓൺ ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നമുക്ക് എന്താ ഉണ്ടായത്, ഇവിടെയും എന്താണ്, ഇത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിന് എന്താണ് നെറ്റ് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാകാം ആ പ്രോഫിറ്റ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഫിക്സഡ് അസറ്റ് അതിന്റെ ബുക്ക് വാല്യൂ 75,000 രൂപയാണ്, അത് 90,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ 15,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കാണിച്ചിരിക്കും. പക്ഷേ ഇത് ആൾറെഡി എന്താണ് ഈ പ്രോഫിറ്റിനെ, ബട്ട് ദിസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഹാസ് ആൾറെഡി ഇൻക്രീസ് ദ നെറ്റ് പ്രോഫിറ്റ് ഇൻഡിക്കേറ്റിംഗ് an inflow of cash from operating activities. ഇത് ആൾറെഡി നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാശായിട്ട് കാണിച്ച് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കണം. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. ഇതിന്റെ പ്രോഫിറ്റ് നിങ്ങൾ എവിടെ കാണിക്കേണ്ടത്, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിലാണ് കാണിക്കേണ്ടത്, ഇവിടുന്ന് കാണിക്കുകയും. ദെൻ എന്താണ്, എ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൾസോ റിക്വയർ an adjustment to the net profit in the cash flow from the operation. This loss is added back to the net profit for compute ക്യാഷ് ഫ്രം ഓപ്പറേഷൻ. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഒരു അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആവട്ടെ, അതിന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ കുറയ്ക്കണം, ലോസ് ആണെങ്കിൽ ആഡ് ബാക്ക് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഇൻകം കണക്കാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും, ആർക്ക് വേണമെങ്കിലും പറഞ്ഞുതരും. യു ഷുഡ് ബി റെഡി ടു ആൾട്ടർ യുവർ ഈഗോ. ആൾട്ടർ ഈഗോ എവിടെയാ പഠിച്ചത് നമ്മളെ? ജനറൽ ലെവലിൽ പഠിച്ചിട്ടില്ലേ? എന്താ ആൾട്ടർ ഈഗോ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ആൾട്ടർ ഈഗോ? ആൾട്ടർ ഈഗോ, എവരിബഡി ഹാവ് എൻ ഈഗോ. അത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് നമ്മൾ കാണിക്കുമായിരിക്കാം, പക്ഷെ നിങ്ങളൊരു സംഭവമല്ല എന്ന രീതിയിലാണ് കോടതി കണക്കാക്കുക. നമ്മൾ എവിടെ പഠിച്ചേ?
കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ടോപ്പിക് എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരാൾ ഡയറക്ടർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രൊമോട്ടർ ആണെങ്കിൽ പോലും ആ ഒരു കമ്പനിയിലൂടെ വയലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പൊസിഷൻ കണക്കാക്കാതെ, അയാളുടെ ഈഗോയെ ഈഗോ എന്ന് പറഞ്ഞാൽ പൊസിഷൻ കൺസിഡർ ചെയ്യാതെ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കുറ്റമായി കണക്കാക്കിക്കൊണ്ട് അയാൾക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? നിയമത്തിന് അധികാരമുണ്ട്. യുവർ പൊസിഷൻ ആസ് എ കമ്പനി ഓഫീസർ ഇൻ ഡിഫോൾട്ട്, അതായത് കമ്പനി അല്ലെ സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ എന്ന പൊസിഷൻ കൺസിഡറേ ചെയ്യില്ല. നിങ്ങൾ എന്ന വ്യക്തി കമ്പനിക്കെതിരെ ചെയ്യുന്ന ഒരു കുറ്റമായി കണക്കാക്കി നിങ്ങളെ ശിക്ഷിക്കും എന്നതാണ് ആൾട്ടർ ഈഗോയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെനെവർ യു ഹാവ് എ ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ, യു ആൾട്ടർ ഈഗോ. ആൾട്ടർ യുവർ ഈഗോ. Then changes in current asset and current liabilities. കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റീസും ആണ് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞു ഞാനതൊക്കെ. ഞാൻ ഒന്ന് സംസാരിച്ച് സമയം കണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ ബി ആൻഡ് സി. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയും ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെയും കണക്കുകൾ അത് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണക്കാക്കുന്നതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി ഇൻവെസ്റ്റ്മെന്റും ഫിനാൻസും സെയിം സിസ്റ്റം തന്നെയാണ്. നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ ഏതാ നമ്മൾ നോക്കേണ്ടതുള്ളൂ? എ മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. ബിയും സിയും സെയിം ആണ്. ഇത് പൊട്ടുന്ന തോന്നുന്ന കണ്ട, ഇത് കുറെ വീണു അല്ലേ? ഇത് എത്ര പ്രാവശ്യം വീണു? ആപ്പിളിനെ വീണിട്ടില്ല. ഇനി ഇതാണ്ടാണോ അത് വീണതാണ്? പൊട്ടിയില്ല ഇതുവരെ. പൊട്ടിയ 10,000 പോയിട്ടാണ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിന് കിട്ടിയ കാശ്. കസ്റ്റമേഴ്സിന് എത്ര കാശ് കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കുക? കസ്റ്റമേഴ്സിന് എത്ര കാശ് കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കുക? സെയിൽസ് അല്ലേ? ക്യാഷ് ഫ്രം സെയിൽസ് എങ്ങനെ മനസ്സിലാക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആ വർഷം നടത്തിയ സെയിൽസ് അല്ലേ? അതല്ലേ? അത്രേ ഉള്ളൂ സെയിൽസ്. ദെൻ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ് കണക്കാക്കുക. ദെൻ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടി. ആൻഡ് ഇൻകം ടാക്സ് പെയ്ഡ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് മുമ്പുള്ളത് കിട്ടി. ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ക്യാഷ് കിട്ടി. അതായത് നമ്മുടെ നമ്മളിവിടെ എന്തെടുക്കുന്നില്ല? നമ്മൾ ഏതെടുക്കുന്നില്ല? നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നില്ല. ഇവിടെ ഡയറക്റ്റ് മെത്തേഡിന് ഇൻഡയറക്റ്റ് മെത്തേഡ് വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാഷ് റെസീറ്റ്, എത്ര കാശ് കസ്റ്റമേഴ്സിന് കിട്ടി, എത്ര കാശ് കസ്റ്റമേഴ്സിന് കൊടുത്തു, എംപ്ലോയീസിന് കൊടുത്തു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് പൈസ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അത് രണ്ടും കൂടി റിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നിന്ന് കിട്ടിയ കാശ് കിട്ടി. അതിന് ടാക്സ് കുറയ്ക്കുക. ടാക്സ് കുറച്ച് എന്തായി? എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് മുമ്പിലുള്ള പ്രോഫിറ്റ് കിട്ടി. ആ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഫ്ലഡ് ഒക്കെ ഉണ്ടായിട്ട് പൈസ ഉണ്ടെങ്കിൽ അതുകൂടി കുറച്ച് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് വാട്ട്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഇൻകം ഫ്രം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കിട്ടും കേട്ടോ. ദെൻ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എത്ര ഫിക്സഡ് അസറ്റ് വാങ്ങി, എത്ര സെയിൽ എക്യുപ്മെന്റ് വിറ്റിട്ട് എത്ര പൈസ നമുക്ക് കിട്ടി, ഇൻട്രസ്റ്റ് എത്ര കിട്ടി, അതുപോലെ ഡിവിഡൻഡ് എത്ര കിട്ടി. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആണെങ്കിൽ എത്ര കിട്ടിയിട്ടുണ്ടോ അത് കൂട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി പൈസ കിട്ടും. ഫിനാൻസിങ് ആക്ടിവിറ്റി ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട്, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എത്ര പൈസ കിട്ടി, അതിനുവേണ്ടി എത്ര ഇൻട്രസ്റ്റ് കൊടുത്തു, ഡിവിഡൻഡ് കൊടുത്തു. ഇതും നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി കിട്ടും. അപ്പം നമുക്ക് മൂന്നും കൂടി നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എത്രമാത്രം ക്യാഷ് കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. അത് പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അതോടുകൂടി നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഡ്യൂറിംഗ് ദ ഇയർ പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് എന്ത് കിട്ടണം? നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസിലെ ക്ലോസിംഗ് ക്യാഷ് ഫ്ലോ കിട്ടണം. ദാറ്റ്സ് ഓൾ. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുക? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നമ്മൾ കിട്ടി. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദെൻ ഗെയിൻ ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ട്രേഡ് ആൻഡ് അതർ റിസീവബിൾസിൽ ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഡ് ചെയ്യലും കൂട്ടികളാണ് പറയുന്നത്. കറണ്ട് അസറ്റ്, ട്രേഡ് റിസീവബിൾ അല്ലെങ്കിൽ അതർ റിസീവബിൾസ്, ദെൻ ഇൻവെൻട്രീസ്, ട്രേഡ് പേയബിൾസ്, കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടി. അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെഫേർഡ് റവന്യൂ കുറയ്ക്കുന്നു. അപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ പൈസ കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ക്യാഷ് കിട്ടി. ഇതിനൊരു പർട്ടിക്കുലർ തിയറി ഒന്നുമില്ല. നമുക്ക് പ്രോബ്ലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലോ കണ്ടെത്തുന്നത്. നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എവിടേക്ക് വരും? അതെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ. കറണ്ട് അസറ്റിനും കറണ്ട് ലയബിലിറ്റിക്കും ഒരു ഇമ്പാക്റ്റും ഇല്ല. എവിടെ?
ഡയറക്റ്റ് മെത്തേഡിൽ നോക്കൂ. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് എന്തേ ഉള്ളൂ, നമുക്ക് ആകെ പർച്ചേസസ് സെയിൽസ് അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ക്യാഷ് ആയിട്ട് സെയിൽ ചെയ്തപ്പോൾ എത്ര കാശ് കിട്ടി, പർച്ചേസ് ചെയ്തപ്പോൾ എത്ര കാശ് കൊടുത്തു, ആ ഡിഫറൻസ് ആണ് നമ്മുടെ റിയൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ അല്ലെ. അതിലെ ക്യാഷ് ഫ്രോം ഓപ്പറേഷൻസ്. ദെൻ അതിൽ എത്ര ഇൻകം ടാക്സ് കൊടുത്തു, ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് പൈസ കൊടുത്തു, ഇത്രയും ഇതിൽ കണക്കാക്കണ്ടു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പെൻസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യുന്നത്, ഇൻകം ഒക്കെ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ഒക്കെ എതിരുള്ളൂ. ഇൻഡയറക്റ്റ് മെത്തേഡിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറും പർച്ചേസസും സെയിൽസും മാത്രമേ കൺസിഡർ ഉള്ളൂ, വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ക്യാഷ് ഫ്ലോ ഇല്ല. Then cash flow from investing activity and financing activity. Then alternatively cash from operating activity may be summarized as follows. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യത്തിനെ വീണ്ടും സമ്മറൈസ് ചെയ്യാണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എടുക്കുക, അതിൽ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക, അമോർട്ടൈസേഷൻ ആഡ് ചെയ്യുക. ദെൻ വേറെ ഏതെങ്കിലും നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ട്, അത് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. അതായത് ക്യാഷിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക, ക്യാഷ് കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടുക. Then adjustment for gains and losses on sale of fixed asset and investment. നമുക്ക് ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെന്റോ വിറ്റിട്ട് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുക, നഷ്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുക. Then adjustment for changes in current asset and current liabilities. കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കുക, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടുക, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കുറയ്ക്കുക, കറണ്ട് ലയബിലിറ്റീസ് കൂടിയാൽ കൂട്ടുക, കറണ്ട് ലയബിലിറ്റീസ് കുറഞ്ഞാൽ കുറയ്ക്കുക. Then income tax paid കുറയ്ക്കുക, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കുറയ്ക്കുക. Then you will get net cash flow from operation കിട്ടും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ. So we'll take ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ബിൽ റിസീവബിൾ തുടക്കത്തിൽ 5000 ഉണ്ട്, ക്ലോസിംഗിൽ 4700 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, ചുമ്മാ രസത്തിന് ഇൻഫ്ലോ ആണോ. ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ളതുണ്ട് അല്ലെ, ബിൽ റിസീവബിൾ അല്ലെ, അസറ്റ് അല്ലേ. കറണ്ട് അസറ്റ് എന്താ ചെയ്തേ, കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യണ്ടേ, കുറഞ്ഞാൽ കൂട്ടണം, അത്രേ ഉള്ളൂ. കറണ്ട് അസറ്റ് കുറഞ്ഞതിന്റെ അർത്ഥം എന്താ, അത്രയും കാശ് കിട്ടി. 5000 രൂപ തരാനുണ്ടായിരുന്ന ഒരാള് ഇപ്പൊ 4700 റുപ്യ തരാനുള്ളൂ പറഞ്ഞാൽ 300 റുപ്യ കിട്ടിയെന്നല്ലേ. അത് ഇൻഫ്ലോ ആണ്. ചുമ്മാ അതിന്റെ അപ്പുറത്ത് എഴുതി വെക്കാം. അതിന് നമ്മുടെ കണക്കിന്റെ ഉത്തരമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചോദ്യം നോക്കിയിട്ട് നോക്കാം. പക്ഷെ ഇതൊന്ന് എഴുതി വെക്കുക, നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്. എന്താ എഴുതി വെക്കുക, നിങ്ങളെ എഴുതവിടെ എഴുതിയോ, ഞാൻ ഭയങ്കര എഴുതി വെക്കുക. എന്ത് അത് ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് എടുക്കാൻ നോക്കണമെങ്കിൽ ഇൻക്രീസ് ഇൻ ഇത് എന്ത് കുറച്ചത് കൂട്ടണം അല്ലേ. ദെൻ ഡെറ്റേഴ്സ് 1000 1250 അതിന്റെ അർത്ഥം എന്താ, ഔട്ട്ഫ്ലോ. കറണ്ട് അസറ്റ് കൂടി എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കണം. ബിൽസ് പേയബിൾ 2000 2500 ബിൽസ് പേയബിൾ കൂടി എന്താ അർത്ഥം, ക്യാഷ് ഫ്ലോ കൂടി, കൂട്ടണം, പ്ലസ് ഇട്ട് വെക്കും ഞാനൊക്കെ ആണെങ്കിൽ. ക്രെഡിറ്റേഴ്സ് 800 600 അപ്പൊ എന്താ സംഭവിക്കുക, കുറയ്ക്കണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 100 120 അതിനകത്ത് എന്താ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താ, കൊടുക്കാനുള്ള ചെലവുകൾ കൊടുക്കാനുണ്ട്. 100 റുപ്യാണ് കൊടുക്കാണ്ടായിരുന്നത്, ഇപ്പൊ 120 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ ഇൻഫ്ലോ ആണ്, 20 റുപ്യ ഇൻഫ്ലോ ആണ്. അക്രൂഡ് ഇൻകം 60 രൂപയാണ് മുമ്പ് അക്രൂ ചെയ്തത്, ഈ വർഷം 75 രൂപയായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അക്രൂഡ് ഇൻകം അക്രൂഡ് കിട്ടാനുള്ളതാണ്, കിട്ടിയിട്ടുണ്ടോ. അപ്പൊ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, കൂടുകയാണ് ചെയ്തത്, അപ്പൊ കുറയ്ക്കണം അല്ല അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താ, മുൻകൂർ ചെലവ് കൊടുത്തു. അപ്പൊ ഡെഫിനറ്റ്ലി ആ എക്സ്ട്രാ കൊടുത്ത പൈസ അഡീഷണൽ ഈ വർഷം കൊടുത്തതല്ലേ, ഔട്ട്ഫ്ലോ അല്ലേ, സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞത് എന്താ, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ 50 റുപ്യ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു, ഇപ്പൊ 60 രൂപയായിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ഇൻക്രീസ് ഇൻ അക്രൂസ്ഡ് ഇൻകം. അതിനർത്ഥം എന്താണ്, ക്യാഷ് ഫ്ലോ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ കുറയ്ക്കണം, വേണ്ടേ, ലഭിച്ചിട്ടാ ശരിയല്ലേ. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അമ്മൂന് 50,000 റുപ്യ കിട്ടാനുണ്ടായിരുന്നു തുടക്കത്തിൽ, ഇപ്പൊ 60,000 കിട്ടാനുണ്ട്. അതിനർത്ഥം എന്താ, 10,000 കൂടി കിട്ടാനുണ്ട്. ഇപ്പൊ ക്യാഷ് ഫ്ലോ വരികയാണോ ചെയ്തത്, പോവാണോ ചെയ്തത്, പോവല്ലേ ചെയ്തേ. കാശ് കിട്ടേണ്ട 10,000 കിട്ടാണ്ടിരിക്കല്ലേ ചെയ്യണേ. അപ്പൊ കാശ് ഔട്ട്ഫ്ലോ ആണത്, അതെന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ അല്ലേ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 80 കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ 25 കിട്ടാനുണ്ട്. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞ എന്താ അർത്ഥം, നമുക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസ കിട്ടാനുണ്ട്. ഇപ്പൊ 80 എത്രയാണ്,
ഈ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ വർഷം കിട്ടിയ കാശ് എത്രേ ആണോ? 80 കിട്ടാനുണ്ടായിരുന്നത്. ഇപ്പൊ എത്രയുള്ളേ? അപ്പൊ എത്ര കാശ് കിട്ടി? 55. 65, 25, 90 ഞങ്ങളുടെ നാട്ടിലൊക്കെ. അതുകൊണ്ടാ പറഞ്ഞത് 55 കിട്ടാനുണ്ട് അല്ലേ? 55 കിട്ടി ഈ വർഷം. കിട്ടിയെന്നല്ലേ കിട്ടുക. അതായത് നമുക്ക് എത്ര രൂപ കിട്ടാണ്ടായിരുന്നു? എത്ര രൂപ കിട്ടാണ്ട്? അപ്പൊ എത്ര കിട്ടി ഈ വർഷം? ഓക്കെ, അവിടെ എഴുതി വെക്കാം പ്ലസ് കേട്ടോ. അതൊക്കെ ക്യാഷ് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രോഫിറ്റ് എത്രയാണ് നമ്മുടെ ഈ വർഷത്തെ? 7000 പ്രോഫിറ്റ് എടുത്തു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതൊക്കെ ഒരുമിച്ച് ആഡ് ചെയ്യാം, കുറയ്ക്കേണ്ടതൊക്കെ ഒരുമിച്ച് കുറയ്ക്കാം. എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഒന്ന്, ബിൽ റിസീവബിളിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കാശ് കിട്ടി. ആഡ് ബിൽ റിസീവബിൾ 300 അല്ലേ? അത് ശരിയല്ലേ? ദെൻ അടുത്തത് എന്താണ്? ബിൽസ് പേയബിള് എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറന്റ് ലയബിലിറ്റീസ് കൂടിയാൽ കൂട്ടണം, കുറച്ചാൽ കുറയ്ക്കണം. അസറ്റ് ഓപ്പോസിറ്റ്. അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം, കൂട്ടിയാൽ കുറയ്ക്കണം. കറന്റ് ലയബിലിറ്റീസ് കൂട്ടിയാൽ കൂട്ടണം, കുറഞ്ഞാൽ കുറയ്ക്കണം. എക്സാമ്പിൾ വെച്ചാൽ ഒരു കറന്റ് ലയബിലിറ്റി പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഇപ്പൊ 500 ഉണ്ട്, മുമ്പ് 300 ആയിരുന്നു. എന്താ ചെയ്യേണ്ടത്? ഞാൻ കിട്ടാനുള്ളത് 300 ആയിരുന്നു, ഇപ്പൊ 500 രൂപ കിട്ടാനുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര കാശ് കിട്ടി? കാശ് കൊടുത്തു. എത്ര കൊടുത്തു? എനിക്കറിയില്ലപ്പോ. തുടക്കത്തിൽ 300 കൊടുക്കാണ്ടായിരുന്നു, ഇപ്പൊ 500 കൊടുക്കാനുണ്ട്. 200 കൂടി കൊടുക്കാനില്ലേ? അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ? അപ്പൊ ഇൻക്രീസ് ഇൻ ബിൽസ് പേയബിൾ എത്ര നമുക്കുണ്ടായിരുന്നത്? ബിൽസ് പേയബിള് 2000, ഇപ്പൊ എത്രയായി? 2500 ആയി. അപ്പൊ 500 രൂപ നമ്മൾ എന്താണ്? അഡീഷണൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയില്ല, അത്രയും കാശ് നമ്മുടെ അടുത്തിരുന്നു. 500 രൂപ കടം കൊടുക്കാനുണ്ട് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ കയ്യിൽ കാശുണ്ടെന്നല്ല അർത്ഥം. അതായത് കൊടുക്കേണ്ടിയിരുന്ന 500 കൊടുത്തില്ല. ബിൽസ് പേയബിൾ 1000, 1500 ആയി. അതിന്റെ അർത്ഥം എന്താണ്? 500 രൂപയ്ക്കും കൂടെ കാശ് നമ്മൾ സേവ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിരുന്നു. ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റീസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ക്യാഷ് ഇൻ ഹാൻഡ്. കറന്റ് ലയബിലിറ്റീസ് കൂടുമ്പോൾ, കൊടുക്കാനുള്ള പൈസ കൂടുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൂടും. അത് ലോജിക്ക തന്നെയല്ലേ? ഇപ്പോ ഒരു ഉഴുന്നുവട വാങ്ങിയിട്ട് 7 രൂപ കൊടുക്കണമായിരുന്നു, നാളെ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാശിൽ എന്താ ഉണ്ടാവുക? 7 രൂപ കൂടി. നിങ്ങൾക്കൊരാൾ പണം തരാനുണ്ടായിരുന്നു, അയാൾ നാളെ തരാം എന്ന് പറഞ്ഞാലോ കാശ് കുറഞ്ഞു. ഇത്രയേ ഉള്ളൂ. കറണ്ട് അസറ്റ് കൂടുമ്പോ കുറയുമ്പോ കൂടും. കറന്റ് ലയബിലിറ്റി കൂടുമ്പോ കൂടും, കറന്റ് ലയബിലിറ്റി കുറയുമ്പോ കുറയും. ഇത് ആ ഡേഞ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനൊന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാമെന്നുള്ളത്. പിന്നെ അടുത്തത് എന്താ? ഇപ്പൊ ബിൽ റിസീവബിൾ കഴിഞ്ഞു, കൂട്ടല്. ദെൻ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എത്രയാ? 100 ആണ്, ഇപ്പൊ 120 ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 20 രൂപയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ? കറണ്ട് എക്സ്പെൻസസ് എന്താ? കറന്റ് ലയബിലിറ്റീസ്. ആ കറന്റ് ലയബിലിറ്റീസ് കൂടി എന്താ ചെയ്യേണ്ടത്? കൂട്ടണം. 20 രൂപ കൂട്ടണം. ഇനി ലോജിക് ആലോചിച്ച് നോക്കിയേ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 100 ആയിരുന്നു, ഇപ്പൊ 120 ആയി. അപ്പൊ 20 രൂപയും കൂടി ഇനിയും കൊടുക്കാനുണ്ടെന്നല്ലേ പറയണേ? അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ കാശ് കൂടി എന്നല്ലേ അർത്ഥം? ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, തെറ്റരുതിച്ചിട്ടാ പറയണത്. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എത്രയാ? പ്രീപെയ്ഡ് എക്സ്പെൻസസ് 80 ആയി. അത് 80 ആണ് ഉണ്ടായിരുന്നത്, അത് 70 ആയി. അതിനർത്ഥം എന്താണ്? ഈ വർഷത്തേക്ക് 80 രൂപ നമ്മൾ ആൾറെഡി പ്രീപെയ്ഡ് ഉണ്ടായിരുന്നു, ഇനി അത് 70 ഉള്ളൂ. അപ്പൊ 10 രൂപ നമ്മൾ ഈ വർഷത്തേക്ക് ഉപയോഗിച്ചു. ആഡ് ചെയ്യണം. 80 ആയിരുന്നു പ്രീപെയ്ഡ് എക്സ്പെൻസ്, 70 ആയില്ലെങ്കിൽ 10 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വർഷത്തേക്ക് ആഡ് ചെയ്യണം. ഡിക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതാണ്. അതായത് എക്സ്പെൻസസ് കുറഞ്ഞു, അപ്പോൾ അത് ആഡ് ചെയ്യും. കറണ്ട് അസറ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടി എന്താണ്? 7000 രൂപ നമ്മുടെ പ്രോഫിറ്റ്. അതിന് 830 രൂപ നമുക്ക് കിട്ടി. 7830 ആയി. ഇനി കുറയ്ക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത്? ഒന്ന്, കറണ്ട് അസറ്റിൽ ഉണ്ടായതൊക്കെ എന്താണ്? കറണ്ട് അസറ്റിൽ കുറഞ്ഞതും, അതുപോലെ കറണ്ട് ലയബിലിറ്റീസിൽ കറണ്ട് അസറ്റിൽ കൂടിയതും, കറണ്ട് ലയബിലിറ്റീസിൽ കുറഞ്ഞതും. കറക്റ്റ്, ശരി.
ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, അതേതാ ഫസ്റ്റ്? ഡെറ്റേഴ്സിൽ എത്ര ഉണ്ടായേ? ഡെറ്റേഴ്സിൽ 1000 1250 അപ്പൊ 250 എന്ത് ചെയ്യണം? കുറയ്ക്കണം. വേണ്ടയോ? വേണം. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു. എത്ര കുറഞ്ഞു? 200 കുറഞ്ഞു. അത് കുറയ്ക്കണം. വേണ്ടേ? കുറഞ്ഞത് കുറയ്ക്കല്ലേ ചെയ്യണ്ടേ? കുറയ്ക്കണം. ഗുഡ്. ദെൻ ഇൻക്രീസ് ഇൻ അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് കിട്ടാനുള്ള വരുമാനം അല്ലെ? അതെന്താ ചെയ്തേ? 60 75 കൂടിയാ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. കാരണം അക്രൂഡ് ഇൻകം കൂടി എൻ്റെ അർത്ഥം എന്താണ്? പണം കിട്ടിയിട്ടില്ല, കുറയ്ക്കണം. കുറച്ചില്ലേ? ദെൻ ഡിക്രീസ് ഇൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻകം ആണ്. അത് എത്രയാണ്? 80 ആണ്. അതിപ്പോ എത്രയായി? 25 അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള പൈസ നമുക്ക് കിട്ടി അല്ലെ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ റിസീവ്ഡ് എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ആണ്. കറന്റ് ലയബിലിറ്റീസ് കുറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് കുറച്ചു. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ്? കറന്റ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7310 നമ്മുടെ അതിന്റെ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടി. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, ഒരു ഇല്ലസ്ട്രേഷൻ കൂടി ചെയ്യാം നമുക്ക്. അടുത്ത ഇല്ലസ്ട്രേഷൻ വീർ ആൻഡ് സൺസിന്റെ എന്താണത്? എന്താണ് അവരുടെ ബാലൻസ് ഷീറ്റ് ആണത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 4000 4400. അപ്പൊ എന്താണ്ടായേ? 400 റുപ്യ ക്രെഡിറ്റേഴ്സ് കൂടി. ക്രെഡിറ്റേഴ്സ് കൂടിയാൽ എന്തുണ്ടാവും? ഇൻഫ്ലോ ആണ്, ക്യാഷ് കൂടി. അപ്പൊ അവിടെ പ്ലസ്. മിസ്റ്റർ എയുടെ ഒരു ലോൺ ഉണ്ടായിരുന്നു. ഇത് കറന്റ് ലയബിലിറ്റീസ് ആണ്. 2500 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒന്നുമില്ല. അതിനർത്ഥം 2500 കൊടുത്തു. അപ്പൊ എന്താണ്ടായേ? ക്യാഷ് ഔട്ട് ഫ്ലോ അല്ലെ? കുറയ്ക്കണം. ലോൺ ഫ്രം ബാങ്ക് 4000 5000 രൂപയായി. അപ്പൊ 1000 രൂപ കൂടി അല്ലേ? ശരിയാണോ അല്ലേ സോണറ്റെ? അടുത്തത് ക്യാപിറ്റൽ 12500 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോ എന്തായി? 15300 ആയി. അപ്പൊ എന്താണ്? ലയബിലിറ്റീസ് കൂടുതലേ ചെയ്തേ. അപ്പൊ എന്താണ്ടായേ? കാശ് വന്നില്ലേ? അതിനർത്ഥം ഷെയർ ഇഷ്യൂ ചെയ്തെന്നല്ലേ അർത്ഥം. അസറ്റ് 1000 രൂപയുടെ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. അത് ക്യാഷ് ആണ് കേട്ടോ, അത് വിട്ടേക്ക്. ഡെറ്റേഴ്സ് 3000 രൂപയുടെ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 5000 രൂപയായി. കറണ്ട് അസറ്റ് കൂടി എന്താ ചെയ്യണ്ടേ? ക്യാഷ് ഫ്ലോ കുറയും. ദെൻ സ്റ്റോക്ക് 3500 നിന്ന് 2500 ആയി. സ്റ്റോക്ക് കുറഞ്ഞു. കറണ്ട് അസറ്റ് അല്ലേ? കൂട്ടണം. ഇത് ഞാൻ ഇവിടെ വെച്ച് ഞാൻ എന്റെ എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ നോക്കിയിട്ടില്ല. നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ പഠിക്കണ്ടോ എന്നാണ് അറിയേണ്ടത്. പ്രോബ്ലം ചെയ്യുന്നത് പിന്നത്തെ ആസ്പെക്ട് ആണ്. ദെൻ മെഷീനറി ഒരു ഫിക്സഡ് അസറ്റ് ആണ്. 8000 5500 ആയി. അതിന്റെ അർത്ഥം എന്താണ്? കുറഞ്ഞ വിറ്റു എന്നാണ് അർത്ഥം. 3500 വിറ്റു. അപ്പൊ അല്ല എത്ര രൂപയുടെ സാധനം വിറ്റു? അപ്പൊ കാശ് വന്നിട്ടുണ്ട്. ലാൻഡ് 4000 5000 ആയി. 1000 രൂപയുടെ ലാൻഡ് അധികം വാങ്ങി എന്നല്ല അർത്ഥം. കുറയ്ക്കണം. ബിൽഡിംഗ് 3500 6000 ആയി. അപ്പൊ വീണ്ടും അതിലും വാങ്ങി അല്ലെ? കാശ് പോയി അല്ലേ അർത്ഥം? ഓക്കെ. ഇനി ഇത്രയും ഈ ഫിഗർ വെച്ച് നമുക്ക് ഇത്രയും മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ, ലെറ്റ് us try to understand the additional information. ഈ വർഷം മെഷീനറി 1000 രൂപ വിലയുള്ള ഒരു മെഷീനറി, അതിന്റെ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 300 രൂപ. അപ്പോ 1000 രൂപയാണ് മെഷീനറിയുടെ വില. അതിൽ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ടായിരുന്നു? 300. അപ്പൊ ബുക്ക് വാല്യൂ എത്രയാണ്? 700. അത് എത്രക്കാ വിറ്റ്? 500 രൂപയ്ക്ക്. അപ്പൊ എത്ര ലോസ് അല്ലെ? 1000 രൂപയുടെ ഒരു മെഷീനറി 300 രൂപ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ റിയൽ വാല്യൂ എത്രയാ? 700 രൂപ. ആ 700 രൂപയുടെ സാധനം ഞാൻ 500 രൂപയ്ക്ക് വിറ്റു. 200 രൂപ ലോസ്. ഗുഡ്. അടുത്തത് ദ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഗേൻസ്റ്റ് മെഷീനറി ആസ് ഓൺ 1st January 2022 വാസ് എത്രയാണ്? 2500 ആൻഡ് ഡിസംബർ എന്താണ് 31st വാസ് 4000. അതായത് അവരുടെ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 2500 ആയിരുന്നു തുടക്കത്തില്. അതിപ്പോ എത്രയാണ്? 4000 ആണ്. കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന സമയത്ത് ആ ഡിപ്രീസിയേഷനിൽ എത്ര ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നേ? 2500. ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 4000. അതിലൊരു 300 രൂപ നമ്മൾ ആരെടുത്തിട്ടുണ്ട്? ആ വിറ്റ മെഷീനറി എടുത്തിട്ടുണ്ട്. ഇല്ലേ?
ആ മിറ്റ വർഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് എമൗണ്ട് മാത്രമാണ് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പൊ 4000 മൈനസ് 2500 അപ്പൊ എത്രയാ വരിക? 1500 പ്ലസ് 300 1800 നമുക്ക് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ വരിക കേട്ടോ. 2500 4000 കുറയ്ക്കുക, അപ്പൊ എത്രയായി? 1500 കിട്ടി അല്ലേ? പ്ലസ് 300 അത് നമ്മൾ എടുത്തതല്ലേ ആൾറെഡി. അപ്പൊ മൊത്തം 1800 ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ. ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാ? 1800. ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലേ? ഡിപ്രീസിയേഷൻ എങ്ങനെ കണക്കാക്കുക? ക്ലോസിംഗ് ബാലൻസ് പ്ലസ് ആ വർഷത്തെ മൈനസ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ പ്ലസ് ഡിപ്രീസിയേഷൻ യൂസ്ഡ്, ആൾറെഡി നമ്മൾ അതിന് എടുത്ത ഡിപ്രീസിയേഷൻ അത്രേ ചെയ്യാം. അപ്പൊ 4500 മനസ്സിലാക്കി പോകണം കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഡിപ്രീസിയേഷൻ ഒക്കെ വന്നാൽ നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പറയണേ. 4500 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, 2500 ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഈ വർഷം അഡീഷണൽ ഡിപ്രീസിയേഷൻ 1500 ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു 300 രൂപ ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ അഡ്ജസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ടോട്ടൽ എത്രയാ? 1500 പ്ലസ് 1500 ഡിപ്രീസിയേഷൻ. കാരണം 300 കുറച്ചിട്ടുള്ളതിലാണ് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 4500 പ്ലസ് 300 മൈനസ് 2500 ചെയ്താലും നമുക്ക് കിട്ടും 1500 രൂപ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ ഇതാണ് നിങ്ങളുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഫിഗർ ആയിട്ട് നോക്കാം. ഡിപ്രീസിയേഷനിൽ അത് മാത്രമാണ്. ഇതിൽ 1500 രൂപ ഡിപ്രീസിയേഷൻ നമ്മൾ അഡീഷണൽ ഈ വർഷം ചാർജ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ ഉണ്ടാവുക? പ്രോഫിറ്റ് കൂടുകയോ കുറയോ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ പ്രോഫിറ്റ് കുറയും. അതിപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ഡിപ്രീസിയേഷൻ വെച്ച് കൂട്ടും. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. എത്രയാ പ്രോഫിറ്റ് തന്നത്? നമുക്ക് 4500 പ്രോഫിറ്റ് തന്നിട്ട്. എത്ര തന്നിട്ടുള്ളത്? 4500. ദെൻ ആഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എത്രയാ? 1800. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി കുറയ്ക്കണ്ടേ? ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി കൂട്ടണം അല്ലേ? ലോസ് ആയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞു, തിരിച്ച് ആഡ് ചെയ്യണം. എത്രയാ? 200 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതല്ലേ. ദെൻ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് കുറഞ്ഞില്ലേ? എവിടെയാ സ്റ്റോക്ക് കുറഞ്ഞ്? നോക്കൂ, സ്റ്റോക്ക് അങ്ങനെ വേണ്ട. 3500 2500 ആയി, 1000 കുറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യണം. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കൂട്ടണം. ദെൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞാൽ കുറയ്ക്കണം, കൂട്ടിയാൽ കൂട്ടണം. ഇവിടെ എന്താ ചെയ്തേ? 400 കൂടിയിട്ടുണ്ടാവും അല്ലേ? കൂടിയിട്ടില്ലേ? 4000 4100 ആയി, അത് ആഡ് ചെയ്തു. പിന്നെ വേറെ ഒന്നുമില്ല കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ക്യാഷ് ഫ്രം എന്താണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 400 കൂടി, അപ്പൊ 7900 കിട്ടി. ദെൻ ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് കൂടി എന്താ ഉണ്ടാവുക? കുറയ്ക്കണം, ലെസ്. അത് മാത്രമേ ഉള്ളൂ ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7400 മൈനസ് 2000 5000. വേറെ ഒന്നും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇല്ലല്ലോ. സെയിൽ ഓഫ് മെഷീനറി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ? അല്ല, ആണോ? അല്ല. പിന്നെ എന്താ വേറെ എന്താ ഉള്ളത്? വേറെ എന്തൊക്കെയാ നമ്മൾ കണ്ടുപിടിച്ച ഫിഗേഴ്സ് എന്തൊക്കെയാ? ഓരോന്നായിട്ട് നോക്കാം. ക്രെഡിറ്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ലോൺ റീപേയ്മെന്റ് എന്താ ആക്ടിവിറ്റിയാ? ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലെ? ലോൺ എടുക്കുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. കൊടുക്കുന്നത് എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. ലോൺ ഫ്രം ബാങ്ക് എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാപിറ്റൽ എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ എഴുതി വെക്കാം അവിടെ എഫ്. അസറ്റില് ക്യാഷ് നമ്മൾ എടുക്കില്ല. പിന്നെ ഏതാണ്? ഡെറ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു, കറണ്ട് അസറ്റ് ആയതുകൊണ്ട്. സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. മെഷീനറി എടുത്തുവോ? ഇല്ല. അതെന്താ ആക്ടിവിറ്റിയാ? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. ലാൻഡ് എന്താ ആക്ടിവിറ്റിയാ? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. ബിൽഡിംഗ് എന്താ ആക്ടിവിറ്റിയാ? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. നമുക്ക് ഇങ്ങനെ പറയാം, അസറ്റ് സൈഡിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ലയബിലിറ്റി സൈഡിലൊക്കെ ഫിനാൻസിങ് ആയിരിക്കും. പ്രോഫിറ്റ് ലോസ് ഒക്കെ വരുന്നതൊക്കെ എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നായിട്ട് ചെയ്യല്ലേ? നമുക്ക് ഇനിയിപ്പോൾ ഏതാ എടുക്കേണ്ടത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എടുക്കാം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്തത്? മെഷീനറി വിറ്റ് 500 രൂപ കിട്ടിയില്ലേ? 500 രൂപ കിട്ടി. കാശ് വന്നു, 500 രൂപ കയ്യിൽ വന്നു. ദെൻ പർച്ചേസ് ഓഫ് ലാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയാ ലാൻഡ് പർച്ചേസ് ചെയ്തേ? 1000 രൂപയുടെ ലാൻഡ് നമ്മൾ പർച്ചേസ് ചെയ്തു. നമുക്ക് കാശ് പോയില്ലേ? ഔട്ട്ഫ്ലോ അല്ലേ? ദെൻ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എത്രയാ വാങ്ങിയേ? 2500 രൂപ ബിൽഡിംഗ് വാങ്ങി, കാശ് പോയില്ലേ? അപ്പൊ എത്ര കിട്ടി? ടോട്ടൽ 3500 രൂപ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിലേക്ക് എത്ര രൂപ നമുക്ക് വന്നേ? 500 രൂപ. മെഷീനറി വിറ്റിട്ട് 500 രൂപ കിട്ടി. ലാൻഡ് വാങ്ങുന്നതിനും മെഷീനറി ബിൽഡിംഗ് വാങ്ങുന്നതിനുമായിട്ട് 3500 രൂപ കൊടുത്തു. അപ്പൊ ടോട്ടൽ കാശ് എത്രയാണ് നമ്മുടെ ഉണ്ടായിരുന്നത്? 3500 മൈനസ് 500 3000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്താ ഉണ്ടായി? 3000 രൂപ ഔട്ട്ഫ്ലോ. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. ബാങ്കിൽ നിന്ന് എത്ര ലോൺ എടുത്തേ? ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എത്രയാ? ദ ലോൺ ഫ്രം ബാങ്ക് എത്രയാ? 4000 5000 ആയി, 1000 രൂപ ലോൺ എടുത്തു. അത് ഇൻഫ്ലോ ആണ്. ദെൻ എയുടെ ലോൺ തിരിച്ചടച്ചു 2500, ഔട്ട്ഫ്ലോ ആണ്, കുറയ്ക്കുക. ഡ്രോയിങ്സ് എന്താണ്? ഡ്രോയിങ്സ് 1700. വാട്ട് ഈസ് ഡ്രോയിങ്സ് ഹിയർ?
ക്യാപിറ്റൽ 12,500 15,300 അല്ലല്ല, ഡ്രോയിങ്സ് എന്നുള്ള വാക്കോടെ വരാൻ പാടില്ലല്ലോ. തെറ്റാട്ടത്, ഡ്രോയിങ്സ് എന്നല്ല അത്. എന്താ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ സ്വന്തം ആവശ്യം എടുത്തു. അതെങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ആകെ പറഞ്ഞിരിക്കുക എന്താണ്? 12,500 15,300. ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഇത് എന്ത് വന്നു? 12,500 1,500 2,500 2,800 റുപ്യ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. 2,800 അല്ലേ ഫിനാൻസിങ്? ആ ചോദ്യം ഉത്തരം തെറ്റാണ്. അത്രേ ഉള്ളൂ. വേറൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കണ്ട. അതിലൊരു ആക്ടിവിറ്റി ഇല്ല. 2,800 എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഒരു എമൗണ്ട് എവിടെ? ക്യാപിറ്റൽ വാങ്ങിയാൽ എന്താ? ഷെയർ ഇഷ്യൂ ചെയ്ത് എന്താ പറയാ? അതിന് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്നല്ലേ പറയാ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും 2,800 ആഡ് ചെയ്യാം. 1,700 വെട്ടുക. ഡ്രോയിങ്സ് എന്നുള്ള ഇതില്ല കേട്ടോ. ഡ്രോയിങ്സ് തെറ്റാണ്. കാശ് വന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്താ ഉണ്ടായേ? 2,800 പ്ലസ് 1,000 3,800 വന്നു അല്ലെ? 3,800 വന്നു. അതിൽ എത്ര പോയേ? 2,500 പോയി. 1,300 നമുക്ക് എന്തുണ്ടായി? നമുക്ക് ഔട്ട്ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ. ബാങ്കിൽ നിന്ന് 1,000 ലോൺ കിട്ടി. ഇൻഫ്ലോ. 2,800 ക്യാപിറ്റൽ കിട്ടി. ഓക്കെ. ദെൻ ലോൺ റീപേയ്മെന്റ് 2,500. ബാക്കിയാണ് നമ്മുടെ ഔട്ട്ഫ്ലോ. 1,300 റുപ്യ ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ ആണ്, അത് ഔട്ട്ഫ്ലോ അല്ല. ദെൻ ക്യാഷിൽ എത്ര കൂടിയിട്ടുണ്ട്? ഇവര് എങ്ങനെയാ ഈ 1,700 കണ്ടുപിടിച്ചത്? എന്ത് ലോജിക്കലാണ് കണ്ടുപിടിച്ചേ? ഏതെങ്കിലും ഇവിടെ ഉണ്ടോ? ഇതൊന്നുമില്ല. അല്ല, നമുക്ക് തെറ്റ് ചെയ്താണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഞാൻ നോക്കണേ. ഇനി ഇങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഇത് എങ്ങനെ കണക്കാക്കിയിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ല, ഇങ്ങനെയാവില്ല, കണക്കാക്കാൻ പറ്റില്ല. 3,300 രൂപ എന്തുണ്ട്? ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അതിൽ 2,500 രൂപ അയാൾ എടുത്തു. അപ്പോഴും വരില്ല. അപ്പൊ വരുമോ? 0 0 18 1000 അല്ല, വെറും 800 അല്ലേ വരുള്ളൂ. 2,500 ലോൺ റീപേ ചെയ്ത് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ലോജിക് ഒന്നും ശരിയല്ല. പക്ഷെ ഞാൻ ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദേ ഹാവ് ഡൺ സംതിങ് റോങ്, അല്ലെങ്കിൽ അത് ശരിയാവാൻ സാധ്യതയുള്ളത്. ഈ ഡ്രോയിങ്സ് എന്ന കൺസെപ്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റും വരില്ല. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യണ്ട. പിന്നെന്താ ഉള്ളത്? പിന്നെ അതിൽ വേറെ എന്തെങ്കിലും എൻട്രീസ് ഇല്ലസ്ട്രേഷനിൽ ഒന്നുമില്ല. ക്രെഡിറ്റേഴ്സ്, ലോണ്, ക്യാപിറ്റൽ, ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, കോസ്റ്റ് അക്യുമുലേറ്റഡ് ഒന്നുമില്ല. അപ്പൊ അത് 1,700 തെറ്റ് തന്നെയാണ് കേട്ടോ. 1,300 ഇൻഫ്ലോ ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? 1,300 പ്ലസ് ആണ് കേട്ടത്. 1,300 പ്ലസ് 5,900. അപ്പൊ 5,900 പ്ലസ് 1,300 5 6 7,200. അതിലെത്ര പോയി? 3,000 പോയി. അപ്പൊ എത്ര വന്നു? 3,200. എത്ര വന്നു? 3,200. 3,200 300 റുപ്യ. കണ്ട, അവരാ ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ കണക്കാക്കിന്? ഒരു കണക്കും ഇല്ലാണ്ട് ചുമ്മാ എഴുതിയിരിക്കുകയാണ്. ഈ കണക്കിൽ നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഡ്രോയിങ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് 3,200 കിട്ടുന്നത്. കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആണ്. അവരുടെ ടോട്ടലി തെറ്റാ. ഈ ഡ്രോയിങ്സിന് എഴുതിയാ തെറ്റിയിട്ടുള്ളത്. അതായത് 3,000 നമുക്ക് എത്ര കിട്ടി നോക്കാം. ഇപ്പോ 5,900 വന്നു, ഇൻഫ്ലോ ഉണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിന്ന്, റൈറ്റ്? ദെൻ 3,900 എന്തിൽ പോയിട്ടുണ്ട്? അത് ഔട്ട്ഫ്ലോ ഏത് വന്നിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ എത്രയായി? 5,900 മൈനസ് 3,000 2,900. 2,900 പിന്നെന്താണ്? പ്ലസ് 2,900 അല്ലേ? 5,900 പ്ലസ് 1,300 5 6 7,200. അതിൽ പോകുന്ന 3,000 പോന്നാല് 3,200. കറക്റ്റ് അല്ലേ ഞാൻ പറയണത്? 5,900 പ്ലസ് 1,300 ഇൻഫ്ലോ ഉണ്ട്. ഏതാ ഇൻഫ്ലോ? രണ്ടാമത്തെ ഇൻഫ്ലോ. ഈ 1,300 ഇൻഫ്ലോ ആണത്. 5,900 ഇൻഫ്ലോ ഉണ്ട്, 1,300 ഇൻഫ്ലോ ഉണ്ട്. കൂട്ടത്ര 5,900 പ്ലസ് 1,300 7,200. എത്ര വന്നു നമുക്ക്? ഔട്ട്ഫ്ലോ എത്രയാ ഉള്ളത്? ഒരൊറ്റ ഔട്ട്ഫ്ലോ ഉണ്ട്. എത്രയാ? 3,000. ഇതല്ലേ ഔട്ട്ഫ്ലോ? ഒരു 3,000 ഔട്ട്ഫ്ലോ ഉള്ളത് അല്ലേ? 3,000 കുറയ്ക്ക്. 7,200 3,000 കുറച്ചാൽ എത്രയാണ്? 4,200 അല്ലേ?
ശരിയല്ലേ? ശരിയാണ്. 4200 4200 3200 വരില്ല, 4200 വരൂ. 4200 പിന്നെ എന്താ കുറയ്ക്കേണ്ടത്? ക്യാഷ് ഇക്വലൻസിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. എത്ര ക്യാഷ് ഇക്വലൻസിൽ കുറവ്? കണക്കെടുക്കുക. 300 രൂപ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? 1000 700 ആയിട്ടുണ്ട്. അപ്പൊ അത് കുറഞ്ഞു. 300 ക്യാഷ് പിന്നെയും പോയി. അപ്പൊ എത്രയാണ്? 4200 മൈനസ് 300. ഇപ്പൊ 3900. ദെൻ ക്യാഷ് ഇൻ ദ ബിഗിനിങ് 1000. അപ്പൊ എത്രയാണ്? 4900. 700 രൂപയെ ക്യാഷ് ഉള്ളൂ. അപ്പൊ ആ കണക്കിൽ തെറ്റുണ്ട്. ക്ലോസിംഗ് ബാലൻസ് എത്ര? 700 ഉള്ളൂ അല്ലെ? അപ്പൊ ഈ കണക്ക് തെറ്റാണ്. ഈ കണക്കിൽ ഏതോ ഫിഗർ തെറ്റിയിട്ടുണ്ട്. ഈ 1700 അവര് എന്താണ് ബാലൻസിങ് ഫിഗർ ആണെങ്കിൽ ഓക്കെ. ബാലൻസിങ് ഫിഗർ ആണെന്ന് കാണിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിൽ ആ കണക്ക് ഉത്തരം തെറ്റാണ്. ആ കണക്ക് തെറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എന്താ? കാരണം ഇവിടെ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണോ? ഇതില് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റാണോ? ഇതിൽ ഒരു സ്റ്റെപ്പും തെറ്റല്ല. ഇതെല്ലാം കറക്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. കാരണം ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. ക്യാപിറ്റൽ എത്ര ഇൻഫ്ലോ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്? 12500 15300 അപ്പൊ 2500 300 2800 ക്യാപിറ്റൽ വന്നു എന്നല്ലേ അർത്ഥം? ക്യാപിറ്റൽ വന്നു. പിന്നെ അങ്ങനെ അവിടെ ഡ്രോയിങ്സ് വരാം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യാപിറ്റൽ കുറയാണ് വേണ്ടേ? 15800 ഡ്രോയിങ്സ് അല്ലെങ്കിൽ തിരിച്ചെടുത്തു എന്ന് കാണിക്കണമെങ്കിൽ കാണിക്കണം. ഒന്നുകിൽ ആ ഡ്രോയിങ്സ് എൻട്രി ഇവിടെ തന്നിട്ടുണ്ടാവണം, അവർ തന്നിട്ടില്ല നമുക്ക്, അല്ലെങ്കിൽ ആ ചോദ്യം തെറ്റാണ്. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് ഇതിവിടെ നിർത്താം. നിങ്ങൾ ഈ 2 ഇല്ലസ്ട്രേഷൻ ചെയ്യാം. ഇങ്ങനെ തെറ്റുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ തെറ്റുകൾ നമ്മൾ തെറ്റിക്കും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്കണം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.